Module 1, Introduction to Management. Here we are discussing the contributions of Henry Fayol in management. Then Henry Fayol ജീവിച്ചിരുന്നത് 1841 to 1925 വരെയാണ്. Henry Fayol was a contemporary of Taylor. Fayol's contribution may be analyzed under three categories. First one, classification of business activities, functions of management and principles of management. അപ്പോൾ ഹെൻറി ഫയോളിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് ടെയ്ലറുടെ കോൺട്രിബ്യൂഷൻസിൻ്റെ ഏകദേശം സെയിം തന്നെയാണ്. അതിനേക്കാളും കുറച്ചുകൂടി കണ്ടംപററി ആയിട്ടുള്ള ഒരു ഫോമാണ് ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിളിൽ വരുന്നത്. ഇതിൽ ഹെൻറി ഫയോളിൻ്റെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ. അത് കഴിഞ്ഞിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, അങ്ങനെ 3 കാറ്റഗറൈസേഷൻ ഉണ്ട്. Then അതിൽ ഫസ്റ്റ് വരുന്നതാണ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. അക്കോർഡിംഗ് ടു ഫയോൾ, ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ബിസിനസ് എൻ്റർപ്രൈസ് കുഡ് ബി ഡിവൈഡഡ് ഇൻ ടു 6 കാറ്റഗറീസ്. അത് ആകെ 6 കാറ്റഗറൈസേഷനാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. നമ്മുടെ ഒരു ഓർഗനൈസേഷനിലെ ടോട്ടൽ ബിസിനസ് ആക്ടിവിറ്റീസിനെ 6ആയിട്ടാണ് ഫയോൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ടെക്നിക്കൽ ആക്ടിവിറ്റീസ്, ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ. നമ്മുടെ ഓർഗനൈസേഷനിലെ ടെക്നിക്കൽ ആക്ടിവിറ്റീസുമായിട്ട് റിലേറ്റഡ് ചെയ്ത് വരുന്നത്, അതായത് ഓർഗനൈസേഷനിൽ വരുന്ന പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. ദെൻ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആൻഡ് എക്സ്ചേഞ്ച്. ഓക്കെ, ബൈയിങ് വരുന്നുണ്ട്, അതുപോലെ സെല്ലിംഗ് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് എക്സ്ചേഞ്ച്, അവിടെ ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മണി എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതാണ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിൽ വരുന്നത്. കൊമേഴ്സാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്, ദാറ്റ് ഈസ് എ സെർച്ച് ഫോർ ആൻഡ് ഒപ്റ്റിമം യൂസ് ഓഫ് ക്യാപിറ്റൽ. നമ്മൾക്ക് എവിടെ നിന്ന് ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് സെർച്ച് ചെയ്യണം. അതുപോലെ തന്നെ അതിനെ നല്ല രീതിയിൽ വേസ്റ്റേജ് ഇല്ലാതെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുകയും വേണം. ദെൻ അടുത്തത് വരുന്നത് സെക്യൂരിറ്റി ആക്ടിവിറ്റീസ്, ദാറ്റ് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് പ്രോപ്പർട്ടി ആൻഡ് പേഴ്സൺ. നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രോപ്പർട്ടി, അതായത് ആ ഒരു ഫാക്ടറി, അതിൻ്റെ ലാൻഡ്, അതുപോലെ തന്നെ അവിടെയുള്ള മെഷീനുകൾ, അതിൻ്റെ എല്ലാം പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന പേഴ്സൺസിൻ്റെയും സെക്യൂരിറ്റി അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ, ഇത് രണ്ടും ഇവിടെ നോക്കുന്നുണ്ട്. ദെൻ അക്കൗണ്ടിങ് ആക്ടിവിറ്റീസിൽ വരുന്നത് ഇൻക്ലൂഡിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആക്ടിവിറ്റീസാണ് അവിടെ. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ആക്ടിവിറ്റീസും അവിടെ വരുന്നുണ്ട്. ലാസ്റ്റാണ് മാനേജറിയൽ ആക്ടിവിറ്റീസ്, ഓർഗനൈസേഷനിലെ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഫങ്ഷൻസ്. ഓക്കെ, അതൊക്കെയാണ് മാനേജറിയൽ ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. Then Fayol indicated that managerial activities was by far the most important among the above and deserved special attention. അപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മാനേജീരിയൽ ആക്ടിവിറ്റീസ് ആണ് എന്നതാണ് ഫയോൾ പറയുന്നത്. അതുപോലെ തന്നെ അതിനാണ് നമ്മൾ സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ടത്. മാനേജീരിയൽ ആക്ടിവിറ്റീസിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ടത് എന്നാണ് ഹെൻറി ഫയോൾ പറഞ്ഞിരിക്കുന്നത്. ദെൻ അടുത്തതാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. സെക്കൻഡ് കാറ്റഗറൈസേഷനാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. അക്കോർഡിംഗ് ടു ഫയോൾ, to manage is to forecast and plan, to organize, to command, to coordinate and to control. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഫയോളിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഫോർകാസ്റ്റിംഗ് വരുന്നുണ്ട്, മുൻകൂട്ടി കാണണം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ദെൻ പ്ലാനിങ്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്ലാൻ ചെയ്യണം. ദെൻ ഓർഗനൈസ്, അതിനെ എല്ലാം ഓർഗനൈസ് ചെയ്യണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. ദെൻ കമാൻഡ്, മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കുക. ദെൻ കോർഡിനേറ്റ്, എല്ലാ ആക്ടിവിറ്റീസിനെ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്യുക. തന്നെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്ത് ആ ഒരു ഡയറക്ഷനിൽ തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക ഫോർ ദ അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. നമുക്ക് അറിയാവുന്നതാണ്. അതാണ് ഫയോള് മാനേജ് എന്നുള്ള ആ ഒരു വേർഡ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ ഇൻ ദിസ് വേ ഹി ഐഡൻറ്റിഫൈഡ് ദ ഫോളോയിങ് 5 elements ഓഫ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് പ്രോസസ്സ്. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ 5 ക്ലാസിഫിക്കേഷനാണ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസിന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞു മാനേജറിയൽ ഫംഗ്ഷനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് അല്ലേ, അതിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ താഴെ പറയുന്ന 5 കാറ്റഗറൈസേഷനാണ് ഫയോൾ അതിന് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് പ്ലാനിങ്, നമ്മൾ പറഞ്ഞു ഫോർകാസ്റ്റ്. ഓക്കെ, ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യുക. ദെൻ ഓർഗനൈസിങ് എന്ന് പറയുമ്പോൾ എല്ലാ ബിസിനസ്സിലെ എല്ലാ ഫങ്ഷൻസിനെയും, അതുപോലെ തന്നെ മെറ്റീരിയൽസിനെ, ടൂൾസിനെ, അവിടെ ആവശ്യമായിട്ടുള്ള പേഴ്സൺസിനെ, ഇതിനെല്ലാത്തിനെയും ഓർഗനൈസ് ചെയ്യുക, നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ദെൻ കമാൻഡിങ് പറയുമ്പോൾ മെയിൻറ്റെയിനിങ് ദ ആക്ടിവിറ്റി എമംഗ് പേഴ്സണൽ. ഓക്കെ, അതായത് അവിടെ വരുന്ന വർക്ക് പേഴ്സണെയാണ് നമ്മൾ കമാൻഡ് ചെയ്യുക അല്ലേ. അപ്പോൾ അവരുടെ ആക്ടിവിറ്റീസ് നല്ല രീതിയിലാണോ പോകുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യുക. ദെൻ കോർഡിനേഷൻ, യൂണിഫൈങ് ആൻഡ് ഹാർമണൈസിങ് ഓൾ ആക്ടിവിറ്റീസ്. കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, എല്ലാ കാര്യങ്ങളെയും ഒന്നിച്ച് കൊണ്ടുവരിക, കോർഡിനേറ്റ് ചെയ്ത് ഒന്നിച്ച് കൊണ്ടുവരിക. അപ്പോൾ ഓരോ ഓർഗനൈസേഷനിലെ എല്ലാ ആക്ടിവിറ്റീസിനെയും ഒന്നിച്ച് മിങ്കിൾ ചെയ്ത് ഒരു ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാവുന്ന രീതിയിൽ കൊണ്ടുവരിക. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കൺട്രോളിങ്, എൻഷുറിങ് എവറിത്തിങ് ഗോസ് ആസ് പെർ ദ പ്ലാൻസ്.
അല്ലേ? നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന രീതിയിലാണോ എല്ലാവരും എല്ലാ കാര്യങ്ങളും നടക്കുന്നത്, വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന രീതിയിലാണോ എന്നുള്ളത് നോക്കണം. ഇൻ കേസ് അതിൽ ചേഞ്ചസ് വരുന്നുണ്ട്, പ്ലാൻസ് അനുസരിച്ചല്ല പോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ചേഞ്ചസ് വരുത്തണം. അതിനെയാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. Then Fayol observed that these principles apply not only to business enterprise but also to politics, religious or other undertakings. അപ്പോൾ നമ്മൾക്ക് ബിസിനസ്സിൽ മാത്രമല്ല ഈ ഒരു ഫങ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഫയൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിൽ ബിസിനസ് എൻ്റർപ്രൈസിന്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിലോ അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ ഇത് യൂസ് ചെയ്യാം. ദെൻ റിലീജിയസ് ആയിട്ടുള്ള ഓർഗനൈസേഷനുകളിൽ യൂസ് ചെയ്യാം. ദെൻ അങ്ങനെയുള്ള അണ്ടർടേക്കിങ്സ്, ഓർഗനൈസേഷൻസ്, എൻ്റർപ്രൈസസിലൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. അത് ടെക്സ്റ്റിൽ പേജ് നമ്പർ 25 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആണ് ഇവിടെ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ വരുന്നത്. സോ അത് നമ്മൾ ഓൾറെഡി പേജ് നമ്പർ 25 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് റെഫർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കമ്പാരിസൺ ബിറ്റ്വീൻ ടൈലർ ആൻഡ് ഫയോൾ. രണ്ടുപേരുടെയും പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചു, കോൺട്രിബ്യൂഷൻസ് പഠിച്ചു. അതിൽ നിന്നുള്ള കമ്പാരിസൺ ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വരുന്നത് എംഫസൈസ് എന്ന് പറയുമ്പോൾ ടൈലർ മോർ അറ്റൻഷൻ, കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്നത് ഫാക്ടറി മാനേജ്മെൻറ്റ് ആൻഡ് ഷോപ്പ് മാനേജ്മെൻറ്റ് ആണ്. ദെൻ ഫയോൾ എന്ന് പറയുമ്പോൾ അവിടെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ദെൻ ലെവൽ ഓഫ് വർക്ക് എന്ന് പറയുമ്പോൾ ബോട്ടം ടു ടോപ്പാണ് ടൈലർ മെയിൻ ഫോക്കസ് കൊടുത്തിരുന്നത്. ബോട്ടം ടു ടോപ്പാണ്, നമ്മളുടെ വർക്കേഴ്സിൽ നിന്നും ടോപ്പ് ലെവലിലേക്ക്. ദെൻ ഫയോള് നോർമൽ ലെവൽ ഡൗൺവേർഡ്സ് ആയിരുന്നു, ടോപ്പ് ടു ബോട്ടം വരുന്നു. ദെൻ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ നാരോ പെർസ്പെക്റ്റീവ് ആണ് ടൈലർ നോക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ എഫിഷ്യൻസി മൂവ്മെൻറ്റ്, ഒരു ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി, വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി, അതുപോലെ തന്നെ ടൈം എങ്ങനെ എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാം, അതൊക്കെയാണ് ടൈലർ ഫോക്കസ് ചെയ്തിരുന്നത്. ദെൻ ഫയോള് വരുമ്പോൾ അവിടെ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ നമ്മുടെ പ്രിൻസിപ്പിൾസ് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യമാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വൈഡർ പെർസ്പെക്റ്റീവിലാണ് ഫയോള് കാര്യങ്ങൾ കണ്ടിരുന്നത്. ദെൻ പേഴ്സണാലിറ്റി, ഹി വാസ് എ സയൻറ്റിസ്റ്റ്. ടൈലർ ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. ദെൻ ഫയോൾ ഒരു പ്രാക്ടീഷണർ ആയിരുന്നു. ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫോക്കസ് എന്ന് പറയുന്നത് ടൈലർ ഗീവ് സ്ട്രെസ് ഓൺ ഇംപ്രൂവിങ് ദ പ്രൊഡക്ടിവിറ്റി റാദർ ദാൻ ഹ്യൂമൻ റിസോഴ്സസ്. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനാണ് മെയിനായിട്ട് ശ്രമിച്ചിരുന്നത്. ഹ്യൂമൻ റിസോഴ്സസിൻ്റെ അവരുടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാനല്ല, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. ദെൻ ഫയോൾ ചെയ്തിരുന്നത് എന്താണ്? ഗീവ് സ്ട്രെസ് ഓൺ ഇംപ്രൂവിങ് ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ വിത്ത് റിഗാർഡ് ഫോർ ഹ്യൂമൻ എലമെൻറ്റ്. അവിടെ ഹ്യൂമൻ എലമെൻറ്റ്സിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ, ഒരു ഓർഗനൈസേഷനിലെ ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്സ്, ഹ്യൂമൻ റിസോഴ്സസ്, ഇതിന് രണ്ടിനും മെയിൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ദെൻ നെക്സ്റ്റ് മേജർ കോൺട്രിബ്യൂഷൻ. നമ്മൾക്കറിയാവുന്നതാണ് ടൈലർ സയൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് അതാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ദെൻ സിസ്റ്റമാറ്റിക് തിയറി ഓഫ് മാനേജ്മെൻറ്റ് ആണ്, അല്ലെങ്കിൽ എന്താ പറയുക, സിസ്റ്റമാറ്റിക് മാനേജ്മെൻറ്റ് ആണ് മെയിനായിട്ട് ഫയോൾ ഫോക്കസ് ചെയ്തിരുന്നത്. ദെൻ പോപ്പുലാരിറ്റി എന്ന് പറയുമ്പോൾ ടൈലർ അറിയപ്പെട്ടിരുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദറായിട്ടാണ്. ടൈലർ ആ ഒരു രീതിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. നമ്മൾ സയൻസ് എന്നാണ്, അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ആണ് ബേസിസ് ആയിട്ട് വരുന്നത്. ദെൻ ഫയോളിൻ്റെ കാര്യം പറയുമ്പോൾ ഇറ്റ്സ് നോൺ ആസ് എ ഫാദർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ ഫാദറായിട്ടാണ് ഫയോൾ അറിയപ്പെട്ടിരുന്നത്. ഇത്രയാണ് ഈ രണ്ട് ഓതേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് മെയിനായിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് യൂണിവേഴ്സാലിറ്റി ഓഫ് മാനേജ്മെൻറ്റ്. യൂണിവേഴ്സാലിറ്റി ഓഫ് മാനേജ്മെൻറ്റിൽ നമ്മൾക്കറിയാം പറഞ്ഞിരുന്നത് എന്താണ്? യൂണിവേഴ്സലി നമ്മളുടെ ഓർഗനൈസേഷൻ്റെ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ആണ് എന്നാണ് പറഞ്ഞിരുന്നത്. നോക്കാം. ദ മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് ഇസ് ദാറ്റ് ദ പ്രിൻസിപ്പിൾ ഹാവ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. ദ പ്രോബ്ലം ഓഫ് മാനേജ്മെൻറ്റ് ഇസ് പ്രസൻറ്റ് ഇൻ ഓൾ ജോയിൻറ്റ് ആക്ടിവിറ്റീസ് വെദർ ഇൻ എ ഫാമിലി, സ്കൂൾ, കോളേജ്, സെക്രട്ടേറിയറ്റ്, അതുപോലെ തന്നെ സ്മോൾ ബിസിനസ് യൂണിറ്റ്, ബിഗ് കമ്പനീസ് ഓർ ട്രേഡ് യൂണിയൻസ്. അപ്പോൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എവിടെയും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ്, യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണ് എന്നാണ് പറയുന്നത്. അതാണ് നമ്മളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പഠിച്ചിട്ടുള്ളത്, അല്ലേ? മാനേജ്മെൻറ്റിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മളത് പഠിച്ചിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ മാനേജ് ചെയ്യുക എന്നുള്ളൊരു പ്രോബ്ലം എവിടെയെല്ലാം വരുന്നുണ്ട്? ഒരു ഫാമിലീനെ മാനേജ് ചെയ്യാൻ നമ്മൾക്ക് ആ ഒരു സ്കിൽ ആവശ്യമാണ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എബിലിറ്റി വേണം. ദെൻ ഒരു സ്കൂളായാലും കോളേജ് ആയാലും സെക്രട്ടേറിയറ്റ് ആയാലും ചെറിയ വലിയ ബിസിനസ്സുകളായാലും ട്രേഡ് യൂണിയൻസ് ആയാലും ഇതിനെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് എന്നുള്ള ഈ ഒരു എലമെൻറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഇസ് എ യൂണിവേഴ്സൽ പ്രോസസ്. ദ ഹെഡ്സ് ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂസ് ദ സെയിം മാനേജീരിയൽ ആൻഡ് പ്രിൻസിപ്പിൾസ് ഇൻ
each managerial position. An efficient manager can manage any kind of institution without much difficulty. This is known as universality of management. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ പ്രോസസ്സാണ്. അതുപോലെ തന്നെ ഒരു നല്ല സ്കില്ലുള്ള അല്ലെങ്കിൽ മാനേജറിയൽ എബിലിറ്റി ഉള്ള ഒരു ആൾക്ക്, ഒരു മാനേജറിന് എഫിഷ്യൻ്റായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനായിട്ട് സാധിക്കും. അവിടെ ഏത് ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിന് യൂണിവേഴ്സൽ ആപ്ലിക്കബിൾ ആണ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണെന്ന് പറയുന്നത്. The concept of universality of management has the following implications. എന്തൊക്കെയാണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്ന് നോക്കാം. The managerial skills are transferable from one person to another. മാനേജറിയൽ സ്കിൽ എന്ന് പറയുന്നത് ഒരു ട്രെയിനിങ്ങിലൂടെ നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പ്രൊഫഷണലായിട്ട് നമ്മൾ മാനേജ്മെൻറ്റ് പഠിക്കുന്നുണ്ട് അല്ലേ. ദെൻ നെക്സ്റ്റ് പറയുന്നത് മാനേജ്മെൻറ്റ് സ്കിൽ ക്യാൻ ബി ട്രാൻസ്ഫറബിൾ ഫ്രം വൺ ഓർഗനൈസേഷൻ ടു അനദർ. ഒരു മാനേജറിയൽ എബിലിറ്റി ഉള്ള ഒരു പേഴ്സണെ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് മറ്റൊരു ഓർഗനൈസേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നമ്മൾക്ക് ആ ഒരു സ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രം വൺ ഓർഗനൈസേഷൻ ടു അനദർ. Then managerial skill can be imported and exported from one country to another. ഇതുപോലെ തന്നെ മാനേജറിയൽ സ്കിൽസിന് അല്ലെങ്കിൽ അതുള്ള എബിലിറ്റീസ് ഉള്ള ഒരാളെ നമ്മൾക്ക് ഒരു സ്ഥലത്ത് നിന്നും ഒരു കൺട്രിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യാം, നമ്മളുടെ ഒരു ഓർഗനൈസേഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ ഓർഗനൈസേഷനിൽ നിന്നും പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാനും പറ്റുന്നതാണ്. ദാറ്റ് നമ്മൾക്ക് എന്ത് പറയാം, എ മാനേജർ ഇസ് മൊബൈൽ, മൂവബിൾ ആണ് എന്ന് നമ്മൾക്ക് പറയാം അല്ലേ. ആളൊരു ഓർഗനൈസേഷനിൽ നിന്ന് മറ്റൊരു ഓർഗനൈസേഷനിൽ ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ തന്നെ കയ്യിലുള്ള സ്കില്ലുകൾ ട്രെയിനിങ്ങിലൂടെ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ദെൻ ഒരു കൺട്രിയിൽ നിന്നും മറ്റൊരു കൺട്രിയിലേക്ക് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾക്ക് പറയാം മാനേജർ എന്ന് പറയുന്നത് മൂവബിൾ ആണ്, സ്കിൽസും മൂവബിൾ ആണ്. ഹവർ ദർ എക്സിസ്റ്റ് എ കോൺട്രവേഴ്സി അബൌട്ട് ദ യൂണിവേഴ്സാലിറ്റി ഓഫ് മാനേജ്മെൻറ്റ്. They argue that whatever be the situation and the level of management, the management functions are common. അപ്പോൾ ഇവിടെ ഒരു കാര്യം വരുന്നത്, ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് സെയിം ആണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ചില ഓതേഴ്സ് പറയുന്നത് മാനേജ്മെൻറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളതായിരിക്കും. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എല്ലായിടത്തും ഒരുമിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറയും. ചിലർ പറയും ആപ്ലിക്കബിൾ ആണെന്ന്. എല്ലാത്തിനും രണ്ട് വ്യൂ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത് എന്താണ്, സിറ്റുവേഷണൽ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് അതെന്തായാലും മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് കോമൺ ആണ് എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. എ സെറ്റ് ഓഫ് കോമൺ പ്രിൻസിപ്പിൾസ് അണ്ടർലൈൻസ് ഓൾ ഓർഗനൈസേഷൻസ് അല്ലേ. എല്ലാ ഓർഗനൈസേഷനിലും എല്ലാത്തിലും ഒരുമിച്ച് വരുന്ന കോമൺ പ്രിൻസിപ്പിൾസ് ഉണ്ട് എന്നാണ്. ഇൻ ദ വേർഡ്സ് ഓഫ് F.W. Taylor, the fundamental principle of scientific management are applicable to all human activities from our simplest individual act to the work of our great കോർപ്പറേഷൻസ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, F.W. Taylor പറയുന്നത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഏതൊരു ഹ്യൂമൻ ആക്ടിവിറ്റീസിലും നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സിംപ്ലസ്റ്റ് ഇൻഡിവിജ്വൽ ആക്റ്റിൽ നിന്നും ഒരു ഫുൾ കോർപ്പറേഷൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ പറഞ്ഞു ഒരു ഫാമിലിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അപ്ലൈ ചെയ്യാം, സ്കൂൾ, കോളേജസ്, അങ്ങനെ എന്തിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ കാര്യത്തിൽ നിന്ന് ഒരു ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി എടുത്താലും അതുപോലെ തന്നെ ഒരു ഗ്രേറ്റ് കോർപ്പറേഷനെ ഫുൾ എടുത്താലും നമ്മൾക്ക് ഈ പറയുന്ന ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ആപ്ലിക്കബിൾ ആണ് എന്നാണ് F.W. Taylor പറഞ്ഞിരിക്കുന്നത്. On the other hand, many experts like Peter Drucker, R.F. Gonsalves and Macmillan oppose the universality of management. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ടൈലർ പറഞ്ഞത് എന്താണ്, എല്ലാ ഓർഗനൈസേഷൻസിലും നമ്മൾ കോമൺ പ്രിൻസിപ്പിൾസ് ആണ് അപ്ലൈ ചെയ്യുന്നത് എന്ന്. പക്ഷേ ഇവിടെ ഈ പറയുന്ന തിങ്കേഴ്സ് പറയുന്നത് എന്താണ്, ഓതേഴ്സ് പറയുന്നത് ഇതിന് ഓപ്പോസിറ്റ് ആണ്. യൂണിവേഴ്സാലിറ്റി ഓഫ് മാനേജ്മെൻറ്റ് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു മാനേജ്മെൻറ്റ് ഇസ് എൻറ്റയർലി സിറ്റുവേഷണൽ. അപ്പോൾ അവരുടെ ആ ഒരു തോട്ട് പ്രകാരം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സിറ്റുവേഷണൽ ആണ്. ദർ ഇസ് നത്തിങ് ലൈക്ക് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ്. യൂണിവേഴ്സാലിറ്റി ഇല്ല, ഒരുപോലെ എങ്ങും അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ പറയുന്ന ഓതേഴ്സ് പറഞ്ഞിരിക്കുന്നത്. ദെൻ therefore there is no such a way as a right way for manager to operate or behave. വാട്ട് മാനേജർ ഡു ഡിപ്പെൻഡ്സ് ഓൺ ദ സർക്കംസ്റ്റാൻസസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാനേജറിന് ഈ ഒരു രീതിയിൽ ഓപ്പറേറ്റ് ചെയ്ത് പോവാം എന്നുള്ളത് നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ടൊരു റൂട്ട് പറയാനോ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിളോ പറയാനായിട്ട് സാധിക്കില്ല. ഓരോ സർക്കംസ്റ്റാൻസസ് അനുസരിച്ചാണ് അല്ലെങ്കിൽ സിറ്റുവേഷനലാണ് അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് മാനേജർ ബിഹേവ് ചെയ്യുന്നത്. അതിനൊരു പ്രിൻസിപ്പിൾസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇവിടെ ഓതേഴ്സ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ടു കൺക്ലൂഡ്, നമ്മളത് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് സൈഡ് നോക്കി അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, ദർ ആർ സർട്ടൻ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് വിച്ച് ആർ യൂണിവേഴ്സൽ. ചില പ്രിൻസിപ്പിൾസ് യൂണിവേഴ്സൽ ആണ്, ബട്ട് their practice may differ from country to country, from organization to organization, even with the same country. Therefore, the knowledge of management can be transferred from one country to another, though its practice may differ from country to country. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ചിലത് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണ്, പക്ഷേ എല്ലാ പ്രിൻസിപ്പിൾസും അങ്ങനെ യൂണിവേഴ്സലി ആപ്ലിക്കബിൾ അല്ല. ഓരോ ഓർഗനൈസേഷൻ്റെ നേച്ചർ അനുസരിച്ച്, അതുപോലെ തന്നെ കൺട്രികൾ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച്, അതുപോലെ തന്നെ
ഓരോ മാനേജ്മെൻറ്റ് അനുസരിച്ച് നമ്മളുടെ ഓർഗനൈസേഷനിലെ പ്രിൻസിപ്പിൾ ചേഞ്ച് ചെയ്യും എന്നുള്ളതും പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ രണ്ടും പറയാം നമുക്ക്. പ്രിൻസിപ്പിൾസ്, ചില പ്രിൻസിപ്പിൾസ് എല്ലാ സിറ്റുവേഷനിലും എല്ലാ ഓർഗനൈസേഷനിലും എല്ലാ കൺട്രീസിലും നമ്മൾക്ക് ഒരുപോലെ അപ്ലൈ ചെയ്യാം. ചില പ്രിൻസിപ്പിൾസ് നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് യൂസ് ചെയ്യേണ്ടതും ഉണ്ട് അല്ലേ. ഇൻ ഷോർട്ട്, the science of management, the basic principles and functions is universal, while the art of practice of management, the application of management principles, is culture bound and differs from one situation to another. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് കൺക്ലൂഡ് ചെയ്യാം, മാനേജ്മെൻറ്റ്, സയൻസ് ഓഫ് മാനേജ്മെൻറ്റ്, അതായത് നമ്മളുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് യൂണിവേഴ്സലാണ്, എല്ലായിടത്തും നമുക്ക് ഒരുപോലെ അപ്ലൈ ചെയ്യാം. പക്ഷേ അതിൻ്റെ ആപ്ലിക്കേഷൻ അത് ഓരോ ഓർഗനൈസേഷനിലും അതിൻ്റെ കൾച്ചർ, ഓർഗനൈസേഷൻ്റെ കൾച്ചർ, നേച്ചർ, അവരുടെ സിറ്റുവേഷൻ, ഓക്കെ, ഓരോ കൺട്രീസ് അതനുസരിച്ച് അതിൻ്റെ ആപ്ലിക്കേഷനിൽ ചേഞ്ചസ് വരും. ഒരുപോലെ അല്ല അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിതിൽ നിന്നും മനസ്സിലാക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണ് എന്നുള്ളത് നമ്മൾക്ക് പറയാം. പ്രിൻസിപ്പിൾസ് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണ്, പക്ഷേ സിറ്റുവേഷൻസ് അനുസരിച്ച് നമ്മൾ അതിൽ ചേഞ്ച് ചെയ്ത് നമ്മളുടെ ഓർഗനൈസേഷന് ആപ്റ്റ് ആവുന്ന രീതിയിൽ അതിനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. താങ്ക് യു.